അസറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും ഇവിടെ നമ്മൾ ആ പുതിയ അസറ്റായിട്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ റീവാല്യൂ ചെയ്യുകയാണ്, അപ്പോൾ ഒരു പുതിയ വിലയിട്ടെടുക്കുകയാണ്. അപ്പോൾ അസറ്റിന് ഇൻക്രീസ് ഉണ്ടാവാം, ഡിക്രീസ് ഉണ്ടാവാം, പുതിയ അസറ്റ് വരാം. ലയബിലിറ്റിക്കകത്ത് ഇൻക്രീസ് ഉണ്ടാവാം, ഡിക്രീസ് ഉണ്ടാവാം, പുതിയ ലയബിലിറ്റി വരാം. അസറ്റിനകത്ത് ഇൻക്രീസ്, ഡിക്രീസ്, പുതിയ ഏതെങ്കിലും അസറ്റ്. ലയബിലിറ്റിക്കകത്ത് ഇൻക്രീസ്, ഡിക്രീസ്, ഏതെങ്കിലും പുതിയ ലയബിലിറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ബാലൻസ് ഷീറ്റ് ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഞാൻ പുതിയത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എഴുതി നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കും. അങ്ങനെയൊക്കെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിവിടെ കാണിക്കുക. ഞാൻ നോട്ടീസ് അടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ ഇവിടെ കൊല്ലത്താണ് പോയത്. 6500 രൂപയായിരുന്നു എനിക്ക് നോട്ടീസിന്. എൻ്റെ കയ്യിൽ 6400 രൂപ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അതിന് എൻട്രി ഞാൻ 6800 കൊടുത്തു. പിന്നെ 100 രൂപ കൊടുക്കാനുണ്ട്, ഞാൻ മറന്നുപോയി. അയാൾ 100 രൂപയ്ക്ക് വണ്ടി പിടിച്ചു വിടുകയാണെങ്കിൽ അയാൾ 100 രൂപ ഉള്ളതുകൊണ്ട് അയാൾ വന്നതുമില്ല. ഇനി നമ്മൾ ചെല്ലുന്നത് വെച്ചാൽ അതിനെ അയാൾ കളഞ്ഞാണ്. പക്ഷേ നമ്മൾ ഇയാൾ അഡ്മിഷൻ നോക്കിയപ്പോൾ 100 രൂപ ഇങ്ങനെ നോട്ടീസ് അടിച്ചത് 100 രൂപ കൊടുക്കാനുണ്ടെന്ന് മനസ്സിലായി. കൊടുത്ത എമൗണ്ടാന്ന് പറഞ്ഞാൽ കൊടുത്ത് എഴുതിയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് എൻട്രി എഴുതിയിട്ടില്ല. അപ്പോൾ 100 രൂപ ഒരു പുതിയ ലയബിലിറ്റി വന്നു. എവിടെ ഇല്ലാത്തത്? ബാലൻസ് ഷീറ്റിൽ. അങ്ങനെ ഒരു കാര്യം പറയാത്തതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഇല്ല, അപ്പോൾ പുതിയ ലയബിലിറ്റി. അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു 100 രൂപ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊണ്ട് നമ്മൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, പിന്നെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ ആ പൈസ ഇപ്പോൾ 100 ചേർന്ന് പലിശ ചേർന്ന് 110 രൂപയായി. അപ്പോൾ ഇയാൾ അഡ്മിഷൻ നോക്കിയപ്പോൾ ഒരു പാസ്ബുക്ക് കൂടെ കിടപ്പുണ്ട്, മനസ്സിലായി. 110 രൂപ നമുക്ക് ഒരു പുതിയ അസറ്റ്, അപ്പോൾ ബാലൻസ് ഷീറ്റ് ഇല്ല. അന്ന് അങ്ങനെ വന്നപ്പോൾ എന്തോ ഒരു രീതിയിൽ അതൊക്കെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കണക്കാക്കി എഴുതി കളഞ്ഞു. ഇപ്പോൾ 100 രൂപയുടെ 110 രൂപ ചെയ്തിട്ടുണ്ട്, ഒരു ക്യാഷ് ബുക്ക് പ്രകാരം ഉണ്ട്. ബാങ്കിൽ പോയപ്പോൾ പൈസ ഉണ്ട്, 110 രൂപ അടക്കമുണ്ട്, ഒരു പുതിയ അസറ്റ്. അപ്പോൾ ചില ഇങ്ങനെ പുതിയ അസറ്റ് വരാം, പുതിയ ലയബിലിറ്റി വരാം. അപ്പോൾ ഇതിൽ ചിലത് ലാഭം, ചിലത് നഷ്ടം. അപ്പോൾ ആ ലാഭവും നഷ്ടവും നമ്മൾ എഴുതാൻ വേണ്ടി ഒരു റീവാല്യൂഷൻ അക്കൗണ്ട് വരും, റീവാല്യൂഷൻ അക്കൗണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് എഴുതുന്നത് നമുക്ക് ഇതിനകത്ത് പ്രത്യേകം പഠിക്കണം. ഇതാണ് റീവാല്യൂഷൻ എന്ന് പറയുന്നത്, റീവാല്യൂഷൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. പിന്നെ പഠിക്കുന്നത് നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ്, സർപ്ലസ്, ലോസ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനമുണ്ട്, സ്ഥാപനത്തിൽ ഒരേ വർഷം നമുക്ക് കുറെ പൈസ ലാഭം ഉണ്ടാവും. ഈ ലാഭം ഉണ്ടാകുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്യാറില്ല, പാർട്ട്നേഴ്സ് എടുത്ത് വീട്ടുകൊണ്ട് പോകാറില്ല. 1 ലക്ഷം രൂപ ലാഭമുണ്ട്, ആ ലാഭം മുഴുവൻ എടുത്ത് അതാത് വർഷം വീട്ടിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നും ബിസിനസ് അങ്ങനെ തന്നെ നിൽക്കും, അതിനൊരു വികസനം ഉണ്ടാവില്ല. അതേസമയം ഞാൻ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടായി, അതിലൊരു 50,000 എടുത്തു പോയി, ബാക്കി 50,000 അവിടെ ഇട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ബിസിനസ് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കും. അപ്പൊ എന്റെ സ്വത്തിന്റെ കൂടെ ഇവിടെ ഇപ്പൊ ബിസിനസ്സിനകത്ത് 50,000 രൂപ കിടപ്പുണ്ട്. അപ്പൊ ആ ബിസിനസിന്റെ ആ പൈസ കൂടെ ഇട്ട് എന്ത് ചെയ്യാം, അവർക്ക് ബിസിനസ് നടത്താം. ഇങ്ങനെ ഓരോ വർഷവും കിട്ടുന്ന ലാഭം അക്യുമുലേറ്റ് വെക്കും. നമ്മളിവിടെ പല പേരിൽ വെക്കും. ഏതുപോലെ എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ക്യാഷ് ആയിട്ട് പൈസ വെച്ചേക്കാം, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് കൊണ്ടിടാം, ഷെയറിൽ വേണമെങ്കിൽ ഷെയർ മാർക്കറ്റ് കൊണ്ടിടാം. എന്ന് പറഞ്ഞാൽ ഷെയർ മേടിച്ചിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാം, ബോണ്ടിലിടാം, തിരിച്ചെടുക്കാം, സ്വർണം മേടിച്ചെനിക്ക് സൂക്ഷിക്കാം. അപ്പൊ പല മാർഗങ്ങളുണ്ട്. നമുക്ക് പൈസ കൈ കിട്ടിയാൽ നമുക്ക് സൂക്ഷിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരിടം മേടിച്ചിടാം, ലാൻഡ് നമുക്ക് മേടിച്ചിടാം. അപ്പൊ ലാൻഡ് മേടിച്ചിടുക, ഗോൾഡ് മേടിച്ചു വെക്കുക, ബാങ്കിലിടുക, ഷെയർ നിക്ഷേപിക്കുക, ബോണ്ടിൽ നിക്ഷേപിക്കുക, കൈവശം ക്യാഷ് ആയിട്ട് സൂക്ഷിക്കുക, ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുക. ഇങ്ങനെ പല രീതി പറയുന്ന പോലെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആയിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കാം. റിസർവ് എന്നുള്ള പേര് എഴുതി വെച്ചിട്ട് അതിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ സൂക്ഷിക്കാം. ചിലപ്പോൾ ജനറൽ റിസർവ് എന്നുള്ള പേര് സൂക്ഷിക്കും, ചിലപ്പോൾ റിസർവ് ഫണ്ട് എന്നുള്ള പേര് സൂക്ഷിക്കും. അപ്പൊ പി ആൻഡ് അക്കൗണ്ട്, റിസർവ്, ജനറൽ റിസർവ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പേരിൽ എന്ത് ചെയ്യും, അവര് ഈ പ്രോഫിറ്റിനെ മാറ്റി സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതാത് വർഷം കിട്ടുന്ന പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും, അവർ മാറ്റി വെക്കും. റിസർവിലോട്ടോ, റിസർവ് ഫണ്ടിലോട്ടോ, ജനറൽ റിസർവിലോട്ടോ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള ഏതെങ്കിലും പേരിലോട്ടോ മാറ്റി വയ്ക്കും. ഏതുപോലെ കയ്യിരിക്കുന്ന പൈസ ബാങ്കിൽ, ഷെയറിൽ അങ്ങനെ ഇടുന്ന പോലെ മാറ്റി വയ്ക്കും. ഈ ഒരു സുപ്രഭാതത്തിൽ സി കൂടെ വരികയാണ് ഇപ്പോൾ ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ഇതിനകത്തുള്ള ഒരു റൈറ്റ് അയാൾക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ 10 ലക്ഷം രൂപയുടെ ഇതുപോലത്തെ റിസർവ് വച്ചിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. ഇപ്പൊ ലയബിലിറ്റി സൈഡിൽ 10 ലക്ഷം രൂപ ഇങ്ങനെ കിടപ്പുണ്ട്, പ്രോഫിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പാർട്ട്നേഴ്സ് കൊടുക്കാനുള്ള പൈസ ലയബിലിറ്റി ആയിട്ട്. അപ്പൊ 10 ലക്ഷം രൂപ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് തുല്യമായ എന്ത് കാണും ഇവിടെ? അസറ്റ് കാണും. അല്ലെ, അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് തുല്യമായിരിക്കണം. അപ്പൊ ഈ അസറ്റിനകത്ത് അയാൾക്ക് ഒരു റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ 10 ലക്ഷത്തിനകത്ത് അയാൾക്ക് റൈറ്റ് വരും. നാളെ മുതലുണ്ടാകുന്ന ലാഭത്തിനകത്ത് ഒരു ഓഹരി ഇടുമ്പോൾ ഈ ലാഭത്തിന്റെ ഒരു ഓഹരി അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉള്ള
ഒഴിവാക്കാൻ വേണ്ടി ഈ പുതുതായിട്ട് വരുന്ന ആൾ ഇവിടെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ്, അതായത് സ്ഥാപനത്തിൽ എടുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന ലാഭം മുഴുവൻ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെ ഉണ്ടോ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഇതിലേക്ക് വീതിക്കും, ഷെയറിംഗ് ട്രാൻസ്ഫർ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് ഈ പേര് മാറ്റിയിട്ട് അത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ അത് അവർക്ക് അവകാശപ്പെട്ട പൈസയായിട്ട് മാറി. അസറ്റിനും അതുപോലെ കിടക്കും, അത് മാറ്റമില്ല. പക്ഷേ ഈ അസറ്റിനെ വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന് ഇത്ര രൂപ കിട്ടും. നേരത്തെ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര ഉണ്ടോ അത് ഇതും കൂടെ ചേരുമ്പോൾ അക്കൗണ്ട് മൊത്തം അയാൾക്ക് കൊടുക്കാൻ പൈസയായിട്ട് മാറും. നേരത്തെ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണും, റിസർവ് അക്കൗണ്ട് കുറച്ചുകൂടെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർദ്ധിച്ച എമൗണ്ട് അവർക്ക് കൊടുക്കണം. അപ്പം ആർക്ക് നഷ്ടമില്ല, പഴയ പാർട്ട്നേഴ്സിന് നഷ്ടമില്ല, പുതിയതായിട്ടുള്ള പാർട്ട്നർ അതിനൊരു ഓഹരി കിട്ടുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ റിസർവ് ഫണ്ടോ റിസർവ് എന്താണ് ഈ പറഞ്ഞേക്കുന്ന സർപ്ലസ് എന്നുള്ള പേരിലോ പി ആർ അക്കൗണ്ട് എന്നുള്ള പേരിലോ ഒക്കെ എന്തുണ്ടെങ്കിൽ ലാഭങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാക്കി. അപ്പൊ പി ആർ അക്കൗണ്ട് നഷ്ടം വരാം. അപ്പൊ ലയബിലിറ്റി ആണെങ്കിൽ അത് ലാഭം, അസറ്റ് സൈഡിൽ പി ആർ അക്കൗണ്ട് അത് നഷ്ടം. അപ്പൊ അങ്ങനെ ഒരു ലാഭവും നഷ്ടവും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ വീതിച്ചു കൊടുക്കണം. അതിന് അഡ്ജസ്റ്റ്മെന്റ് പഠിക്കണം. അതിന് പ്രത്യേകം എന്ത് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. പുതുതായിട്ട് ഒരു ആൾ വരുന്നതോടുകൂടി ക്യാപിറ്റൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യും. ഈ ക്യാപിറ്റൽ ഇനി ഇത്ര മതി, ടോട്ടൽ ക്യാപിറ്റൽ എത്ര മതി, അതിൻ്റെ റേഷ്യോയിലായിരിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുകയാണ്. ഇങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനെ നമ്മളെങ്ങനെ കണക്കിൽ കൊള്ളിക്കും. ഇങ്ങനെ 7 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഏതൊക്കെ 7 കാര്യങ്ങൾ? ഒന്ന്, ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ. അതിന് എന്ത് ചെയ്യാൻ പറഞ്ഞു? ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ. അടുത്തോട് പഠിക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ന്യൂ പ്രോഫിറ്റ് റേഷ്യോയും കാൽക്കുലേഷൻ സാക്രിഫൈസ് റേഷ്യോയും. ഇത് നമ്മളിപ്പോൾ പഠിക്കും. അടുത്ത നമ്മൾ പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഇത് കഴിഞ്ഞ ശേഷം നമ്മളത് പഠിക്കും. ഗുഡ് വിൽ എന്നാൽ എന്ത്, ഗുഡ് വില്ലിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, അതിന്റെ വില വർദ്ധിക്കാനുള്ള ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്, അതിന്റെ എപ്പോഴൊക്കെയാണ് ഗുഡ് വിൽ നമുക്ക് വാല്യൂ ചെയ്യേണ്ടി വരിക. നമുക്ക് ആ സന്ദർഭം അറിയാം എന്താണ് ചേഞ്ച് പ്രൊഫഷണൽ റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്. ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വാല്യൂ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് എന്താണ് ഗുഡ് വില്ല് വാല്യൂഷൻ മെത്തേഡ്, ഇതെങ്ങനെ വിലയിടുമ്പോൾ ഉണ്ടാകുന്ന മെത്തേഡ്, ഏതൊക്കെ മെത്തേഡ് ഗുഡ് വില്ല്, അപ്പോൾ അതിന് ഏതൊക്കെ മെത്തേഡ് ഉണ്ട്, എന്താണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ കാൽക്കുലേഷൻ സാക്രിഫൈസ് റേഷ്യോ, ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ ഉണ്ട്. അപ്പോൾ പഴയ റേഷ്യോ നേരത്തെ 100 കിട്ടിക്കൊണ്ടിരിക്കും, ഇപ്പം 50 കിട്ടുന്നു. ഇയാൾ 50 കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സാക്രിഫൈസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ നോക്കുമ്പോൾ ഓൾഡ് റേഷ്യോ കൂടുതൽ, ഇപ്പൊ കുറവാണ് കിട്ടുന്നത്. അപ്പൊ അത് ത്യാഗം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസ് റേഷ്യോ. അത് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കുക. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ പറയുക. ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറയുക. റീവാലുവേഷൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ് ലയബിലിറ്റി നമ്മൾ എങ്ങനെ റീവാലുവേറ്റ് ചെയ്യും? എന്തിനാണ് റീവാലുവേഷന്റെ കാര്യം? നിലവിലുള്ള അസറ്റുകൾ ലയബിലിറ്റി യഥാർത്ഥ വില അല്ലെന്ന് തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നാമതൊരാളെ കൊണ്ട് എന്ത് ചെയ്യുന്നത് വാല്യൂ ചെയ്യും. അപ്പൊ ചില അസറ്റുകൾക്ക് ലയബിലിറ്റി അതേ വിലയായിരിക്കും, അത് പ്രശ്നമല്ല. ചില അസറ്റ് വില വർദ്ധിക്കും, ചിലത് കുറയും. ലയബിലിറ്റി ചിലത് വർദ്ധിക്കും, ചിലത് കുറയും. ചിലപ്പോൾ പുതിയ അസറ്റ് വരും, ചിലപ്പോൾ പുതിയ ലയബിലിറ്റി വരും, ബാലൻസ് ഷീറ്റ് ഇല്ലാത്ത. അപ്പൊ അതെല്ലാം കൂടെ എഴുതുന്നതിന് ഒരു പുതിയ റീവാലുവേഷൻ കൊണ്ട് വരച്ച് അതിന്റെ നഷ്ടവും ലാഭവും കൂടെ ആര് സഹിച്ചോളണം? പഴയ പാർട്ടീസ്. അതിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് അത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് റിസർവ്, അവര് ലാഭങ്ങൾ പല പല പേരിൽ മാറ്റി വെച്ചു. അപ്പൊ ആ പേരിൽ എഴുതിയിരിക്കുന്ന റിസർവ് എല്ലാം കൂടെ ഈ അഡ്മിഷൻ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പാർട്ടേഴ്സിന്റെ പേരിലോട്ട് മാറ്റണം. ഏത് പാർട്ടേഴ്സിന്റെ പേരിലോട്ട് മാറ്റണം? ഓൾഡ് പാർട്ടേഴ്സിന്റെ പേരിലോട്ട് മാറ്റണം. പിന്നെ ഉള്ളത് ക്യാപിറ്റൽ റീഅറേഞ്ച് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അതുകൂടെ പഠിക്കുമ്പോൾ തീരും. ഇനി അടുത്തോട് പഠിക്കുന്ന റേഷ്യോ. എന്താണ് ന്യൂ റേഷ്യോ? ഇവിടെ ന്യൂ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ്, ഈ പറഞ്ഞേക്കുന്ന ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്ണറും, പഴയ എ ബി ഉണ്ട്, ആ എ ബിയും ഇപ്പൊ സി എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ എ ബി സി എന്ന് പറഞ്ഞ 3 പേര്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് വരും, ന്യൂ പാർട്ട്നേഴ്സും വരും. അവർ ഫ്യൂച്ചർ പ്രോഫിറ്റ്, ഈ സ്ഥാപനത്തിലുള്ള ഭാവിയിലുണ്ടാവുന്ന ലാഭവും നഷ്ടം, ഭാവിയിലുണ്ടാകുന്ന പ്രോഫിറ്റ് ആയാലും കൂടെ ലോസ് ആയാലും കൂടെ അവർ എങ്ങനെ ഷെയർ ചെയ്യും? എയും ബിയും ഉണ്ട്, സിയും കൂടെ വരുമ്പോൾ ഈ ഓൾഡ് പാർട്ട്നേഴ്സ് ആയ എയും ബിയും ന്യൂ പാർട്ട്ണറായ സിയും കൂടെ ചേർന്ന് ദ റേഷ്യോ ഇൻ വിച്ച്, ഏത് റേഷ്യോയിലാണോ അവർ എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ അവർ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്നത്, ആ റേഷ്യോ വിളിക്കുന്ന വാക്കടുത്ത് പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി പറയുന്ന സാക്രിഫൈസ് റേഷ്യോ. എന്താണ് സാക്രിഫൈസ് റേഷ്യോ? ദ റേഷ്യോ ഇൻ വിച്ച് the old partners agree to sacrifice and agree to share. അവരെന്താണോ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എന്തിന്? their share of profits. അവരുടെ പ്രോഫിറ്റ് ലോസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഷെയർ ഉണ്ട്, അത് നമ്മൾ ഷെയർ സാക്രിഫൈസ് ചെയ്യാൻ പറയും. അവർ എത്രയാണോ സാക്രിഫൈസ് ചെയ്യുന്നത്, ആ സാക്രിഫൈസ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ the ratio in which the old partners agree to sacrifice their share of profits ആർക്ക് വേണ്ടി? in favor of the new person.
പുതുതായിട്ട് വരുന്ന പേഴ്സൺ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന പാർട്ണർക്ക് അയാൾക്ക് എന്തുമാത്രമാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എത്രയാണോ സംഭവിച്ചത്, ഏത് അനുപാതത്തിലാണോ സംബന്ധിച്ചിരിക്കുന്നത്, അത് വിളിക്കുന്ന വാക്കാണെന്ന് പറയുന്നത് സാക്രിഫൈസിംഗ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ എത്രയുള്ള കാര്യം എന്താണ്? ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ണേഴ്സ് എഗ്രി ടു സാക്രിഫൈസ്. ഓൾഡ് പാർട്ണേഴ്സ് ആണ് എഗ്രി ചെയ്യുന്നത്. എന്തിനു വേണ്ടി എഗ്രി? സാക്രിഫൈസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കാമെന്ന് പറയുകയാണ്. ആർക്ക് വേണ്ടി? ഇൻ ഫേവർ ഓഫ് ന്യൂ പേഴ്സൺ. അതാണ് സാക്രിഫൈസ് റേഷ്യോ. മറ്റാണെങ്കിൽ ദ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ണേഴ്സ് ആൻഡ് ന്യൂ പാർട്ണർ എഗ്രി ടു ഷെയർ എപ്പോഴും ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ലാഭം, ഈ സ്ഥാപനത്തിന്റെ ഭാവിയിലുള്ള ലാഭം എങ്ങനെ വീതിച്ചെടുക്കാന്ന് പറയുന്നു, അത് ന്യൂ റേഷ്യോ. അതാണ് രണ്ട് റേഷ്യോ. ഇതിൽ സാക്രിഫൈസ് റേഷ്യോ നമുക്ക് പറയാം. എന്താണ് പറയാൻ പറ്റുന്നത്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് റേഷ്യോ? സാക്രിഫൈസ് റേഷ്യോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതിലേക്ക് പോവുകയാണ്? നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന റേഷ്യോ കാൽക്കുലേഷൻ പറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ്. റേഷ്യോ കാൽക്കുലേഷൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്കിപ്പോൾ പറയാം. ഒന്ന്, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 3:2. A and B are partners in a firm, sharing profits and loss ratio 3:2. They admit C as a partner for 1/5 share. And they want 1/5 share. 5 ഷെയറിന് വേണ്ടി നമ്മൾ അവിടെ സി കൂടി എടുക്കുകയാണ്. വേറെ ഒന്നും പറയുന്നില്ല. രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ റേഷ്യോ 3:2. അപ്പൊ ഇത് നമുക്ക് പറയാം ഓൾഡ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 3:2. ഇനി സി എന്ന് പറയുന്ന ആളിന്റെ ന്യൂ റേഷ്യോ, അയാൾക്ക് ഓൾഡ് ഇല്ല, പഴയതില്ല, അയാളുടെ ന്യൂ റേഷ്യോ ഓഫ് സി എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആണ്. എങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ എല്ലാവരും കൂടി ചേർത്തുള്ള ന്യൂ റേഷ്യോ എന്തായിരിക്കും? ഇയാൾക്ക് 1/5 കൊടുക്കുമ്പോൾ ഇവർ എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് ദ ന്യൂ റേഷ്യോ ഓഫ് എ, ബി ആൻഡ് സി ആൻഡ് സാക്രിഫൈസ് റേഷ്യോ എ ആൻഡ് ബി ഇഫ് എ. ഇതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ എത്ര? ഇത് നമുക്ക് പറയാം, ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇനിയുള്ള ലാഭം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാഗമായിട്ട് മൊത്തം എത്രയാണ് ലാഭം? ഇത് നമ്മൾ 5 ആക്കുകയാണ്. 1, 2, 3, 4, 5 ഇങ്ങനെ തുല്യ 5 എടുക്കണം. 5 ഭാഗങ്ങളാക്കി മാറ്റണം. ഇത് ഒരു ഭാഗം, ഇത് 2 ഭാഗം, ഇത് 3 ഭാഗം, 4, ഇത് 5 ഭാഗം. നമ്മൾ 5 ഭാഗമാണ്. ഇതിന് പുതുതായിട്ട് പറഞ്ഞ 1/5 നമ്മൾ കൊടുക്കുക. 1/5 കൊടുക്കും, 5 കൊടുക്കും. ഇനി ബാക്കി എത്രയുണ്ട്? 4/5 ഉണ്ട്. 1/5 1/5 ഷെയർ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എക്കും ബിക്കും കൂടെ ഉള്ളത് 4/5 ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കണക്കൂട്ടി കണ്ടുപിടിക്കാം. 1 - 1/5. 1 മീൻസ് 5 ആയതുകൊണ്ട് 5/5 എന്ന് നമുക്ക് 1 എന്ന് പറയാം. അങ്ങനെ 5 കിട്ടുമ്പോൾ 1. അപ്പോൾ 5/5 മൈനസ് 1/5 ഈസ് ഈക്വൽ ടു 5. രണ്ടിന്റെയും ഛേദം ഒന്നാണെങ്കിൽ 5 - 1 ഈസ് 4. 4/5 എന്ന് നമുക്ക് പറയാം. ഇത് കണ്ടുപിടിക്കാം. അപ്പൊ എപ്പോഴും നമുക്ക് ഇതാണെന്ന് പറയാം. പുതുതായിട്ട് ഒരാൾ എടുക്കുന്നു, 1/4 കൊടുക്കാന്ന് പറഞ്ഞു. ബാക്കി എത്ര? 1/4 പോയി, ബാക്കി 3/4. പുതുതായിട്ട് ഒരാൾക്ക് 2/7 കൊടുക്കാന്ന് പറയാണ്. 2/7 ബാക്കി എത്ര? 7 2 പോയി, ബാക്കി 5/7. നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പറയാം. ഇതുവരെ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. ഇത് ആദ്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് ഒരാൾക്ക് 1/3 കൊടുക്കുകയാണ്, 1/3 കൊടുക്കുകയാണെങ്കിൽ ബാക്കി എത്ര? 2/3 ഉണ്ട്. ഇയാൾക്ക് 1/6 ആണ് കൊടുക്കുന്നെങ്കിൽ ബാക്കി എത്രയുണ്ട്? 1/5 ഉണ്ട്. സോറി 4/5 4/5 ഉണ്ട്. 1/6 കൊടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ട്? 5/6 ബാക്കി. ഇതാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എഴുതുന്ന ആദ്യത്തെ വരി കമ്പൈൻഡ് റേഷ്യോ, കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്നത്, രണ്ടുപേരും കൂടെ ചേർന്ന് കിട്ടുന്നത്. കമ്പൈൻഡ് റേഷ്യോ എയും ബിയും കൂടെ എത്രയുണ്ട്? രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇയാൾക്ക് 5 കൊടുത്ത ബാക്കി എത്രയുണ്ട്? 4/5. ഇതാണ് ആദ്യത്തെ വരി. ഇത് മനസ്സിലാക്കി എടുക്കാം. ഇഷ്ടപ്പെട്ട വരികളൊക്കെ നമുക്ക് എഴുതാം. ഞാൻ ഇങ്ങനെ എഴുതുന്നു മാത്രമേ. 4/5. ഇതില് ആരുടെ ഷെയർ ഓഫ് എ അല്ലെങ്കിൽ ന്യൂ ഷെയർ ഓഫ് ആരുടെ? എ ഈസ് ഈക്വൽ ടു ഈ 4/5ന്റെ എത്ര? 3/5 അയാൾക്ക് കിട്ടും. ഈ 4/5 ആണ് രണ്ടുപേരുടെ കിട്ടുന്നത്. ഇത്രയുമാണ് രണ്ടുപേരുടെ കിട്ടുന്നത്. ഇതിന്റെ 3/5 ഒരാൾക്കും 2/5 അടുത്താക്കി കിട്ടും. വേറെ റേഷ്യോ മാറ്റമൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. മൊത്തം ഉള്ളത് അവർ ഈ രീതി വിധിച്ചെടുക്കും. അപ്പോ മൾട്ടിപ്ലൈ ചെയ്യാൻ 4 × 3 12 ഈസ് ഈക്വൽ ടു 12 - 25. 12/25.
ഇനി ന്യൂ റേഷ്യോ ഓഫ് ആളുടെ ബി രണ്ടുപേരും എത്രയുണ്ട് 4/5 എന്ന് പറഞ്ഞു. ഇയാൾക്ക് മാത്രം എത്ര 2/5. അപ്പൊ എത്ര 8/4 into 8 5/25. ഓക്കെ. ഇനി പുതിയ സ്ഥാനത്ത് എയും ബി മാത്രമല്ല ന്യൂ റേഷ്യോ ഓഫ് സി ഉണ്ട്. അത് തന്നിട്ടുണ്ട് 1/5. അപ്പൊ ഇതിന് 25 ഇവിടെ 25 ഇവിടെ 25 ആണെങ്കിൽ 5/5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 5/25. അപ്പൊ എല്ലാത്തിനും ചെയ്ത ഒരുപോലെ. ഇനി നമുക്ക് പറയാം എന്താണ് റേഷ്യോ. ന്യൂ റേഷ്യോ ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 12:8:5. ഇതാണ് ഇവിടെ എന്ത് റേഷ്യോ ന്യൂ റേഷ്യോ. ഇത്രയോ ആ ഒരു മോഡൽ. വേൾഡ് പാർട്ട്നേഴ്സ് ഇങ്ങനെ വിധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പാർട്ട്ണർ വരുന്നു, അയാൾ ഇത്ര ഷെയർ കൊടുക്കാൻ കൊടുത്തിരിക്കുന്നു, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഇയാൾക്ക് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇത്രയുണ്ട്. അതിന് അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3/5. ഇതിന്റെ 3/5 ഒരാൾക്കിട്ട് 2/5 അടുത്താക്കിട്ട്. ഒരു സംഖ്യ നമ്മൾക്ക് ഗുണിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അംശം നമ്മൾ ഗുണിച്ച് അംശമായിട്ട് ഛേദം നമ്മൾ ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. അപ്പൊ ഇത് നമ്മൾ എഴുതുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതോടെ നമ്മൾ സി കൂടെ ചേർത്തോണം പുതിയ റേഷ്യോ പറയാൻ. അത് മറക്കാൻ പാടില്ല. എന്നിട്ട് എല്ലാം 25 ആയതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാം 12:8:5. അത് എപ്പോഴും സ്മാളസ്റ്റ് ഫിഗർ ആയിട്ട് പറഞ്ഞു. ഇത് നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. ഇനി രണ്ടാമത്തെ റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ. അത് രണ്ടും ഒരുമിച്ച് പഠിക്കുകയാണ്. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏത് റേഷ്യോ? വേൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. വേൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. വേറെ നടന്നു ചോദിക്കുന്നു നോർത്ത് റെയിൽവേ കഴിക്കും. എന്നാലും ഞാനിങ്ങനെ തൽക്കാലം ഞാൻ മായ്ച്ചു കളയുമ്പോൾ ഇത് എഴുതുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ ഓഫ് എ ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് എ കെ ഉള്ളൂ, ബിക്കും എ കെ കാണും, സിക്ക് എന്തായാലും വരിക. കാരണം സിക്ക് കിട്ടിയ ഗെയിൻ ആണ്. അപ്പൊ എയുടെ നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 3/5. ഇപ്പൊ എത്രയായി? 12/25. അയാളുടെ പഴയ റേഷ്യോ 3/5, പുതിയ റേഷ്യോ 12/25. നോക്കാം. ഒന്നുകിൽ എൽസിയം കാണാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം 125. ഇതിനെ 25 ഗുണിച്ചതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ 25 25 3 75 75. ചിഹ്നം മൈനസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണെങ്കിൽ പ്ലസ്. 25നെ 5 ഗുണിച്ചു, 12നെ 5 ഗുണിച്ചു 60. അപ്പോ മൈനസ് ചെയ്യുമ്പോൾ 15/125. ഇനി സാക്രിഫൈസ് റേഷ്യോ ഓഫ് ബി. ബിക്ക് നേരത്തെ 2/5. ഇപ്പൊ അയാൾക്കുള്ളത് 8/25. അപ്പൊ അത് പറയാം 125. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ 25 കൊണ്ടാണ്. അപ്പൊ ഇവിടെ 25 50 മൈനസ് ഇവിടെ 5 കൊണ്ടാണ്. അപ്പൊ 8 × 5 40. അപ്പൊ നമുക്ക് പറയാം 10/125. രണ്ടും 125 ആയിട്ട് പറയാം. സാക്രിഫൈസ് റേഷ്യോ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 15:10. അപ്പൊ ഇതിനെല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3:2. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, റേഷ്യോയ്ക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും എന്ത് റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോ. അതാണ് അടുത്ത അറിവാണ്. റേഷ്യോയ്ക്ക് വേറെ ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പുതിയ പാർട്ടി അഡ്മിറ്റ് ചെയ്തു, സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഓൾഡ് റേഷ്യോയിലേക്ക് എന്ത് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ കിട്ടും. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പൊ ഇതാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു മോഡൽ നമ്മൾ പറഞ്ഞു, അത് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. ഒരു മോഡൽ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കാം അടുത്തെന്താണ് നോക്കാം. എയും ബി പാർട്ട്നേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 3:1. 3 + 1 4. 3/4 1/4. എ പറയുന്നു എ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. എ സറണ്ടർ 1/3 of his share. B surrenders 1/4 of his share. A and B are partners in a firm, sharing profits as a ratio 3:1. They admit C as a partner, and A sacrifice 1/3 of his share, and B surrenders 1/4 of his share. എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് ആദ്യമേ എ എത്ര കൊടുക്കാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ അതേ ഉള്ളൂ മാർഗം. അപ്പൊ എയുടെ സാക്രിഫൈസ് എത്ര എന്ന് പറയുന്നത്? എ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു എ എത്ര കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്?
അയാളുടെ ഷെയർ 3/4 1/3. അയാളുടെ ഷെയർ ആയ 3/4 ഇൻറ്റു 1/3 കൊടുക്കാൻ തന്നിരിക്കുകയാണ്. അയാൾക്ക് മൊത്തം ഉള്ളത് 3/4 ആണ്. ആ 3/4 1/3 ഈ 3 വട്ടം നോക്കിയിട്ട് 1/4 അയാളുള്ളത് 1/4 ആണ്. അല്ലെങ്കിൽ കുളിച്ചെടുക്കാം. എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 3 × 1 3 4 × 3 12. ഇങ്ങനെ പറയാം. 2000 ഉത്തരം ഒന്നിന്. അപ്പൊ 3 × 12 കിടക്കട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാം. വെട്ടിക്രിയ എടുക്കാം. അറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 3 × 1 3 4 × 3 12. ഇതാണ് അയാളുടെ സാക്രിഫൈസ്. ബി എത്ര സാക്രിഫൈസ് നോക്കാം. ബിയുടെ സാക്രിഫൈസ് എത്ര നോക്കാം. ബി അവന്റെ ഷെയറിന്റെ 1/4. അവന്റെ ഷെയർ 1/4 ആണ്. അതിന്റെ 1/4 ആയ അവന്റെ ഷെയറിന്റെ 1/4. അപ്പൊ നമുക്ക് 1 × 1 1 4 × 4 16. ഇതാണ് അവൻ കൊടുക്കുന്നത്. അപ്പൊ ഇയാൾ എ സാക്രിഫൈസ് 3/12 ബി സാക്രിഫൈസ് 1/16 ആണ്. എങ്കിൽ എന്തായിരിക്കും ഇനി എയുടെ ന്യൂ റേഷ്യോ? പറയൂ. എയുടെ ന്യൂ റേഷ്യോ എന്തായിരിക്കും? നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 3/4 ഉണ്ടായിരുന്നു. ഇപ്പൊ അയാൾ എത്ര കൊടുക്കാന്ന് പറഞ്ഞു? 3/12 കൊടുക്കാന്ന് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നത് 3/4 ആണ്. ഇപ്പൊ അയാൾ പറഞ്ഞിരിക്കുന്നു 3/12 കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നു, 3 കൊടുക്കാം എന്ന് പറയാം. എനിക്ക് ഇനി ബാക്കി എത്ര? അതിന് പുതിയത് 10 വാങ്ങ കയ്യിലുണ്ട്. 2 കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ ബാക്കി എത്ര? 10 നിന്ന് 2 പോയി ബാക്കി 8 എന്ന് പറയുന്ന കാണുള്ളൂ. പറഞ്ഞിരിക്കുന്നത് 3/4 ഉണ്ടായിരുന്നു നേരത്തെ. അതിൽ 3/12 ഇപ്പൊ പോയി. ഇനി ബാക്കി എത്ര? ഒന്നേ എൽസിയം കണ്ടുപിടിക്കാൻ ഞാൻ പറയുമ്പോൾ എത്രയേ ഉള്ളൂ? 4ഉം 12ഉം കൂടെ എഴുതിയിട്ട് ഇതിനകത്ത് 4 ഉണ്ട്. 1 3 4 × 3 12 ഒന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം. ഇല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 4 × 12 48. ഇവിടെ 12 കൊണ്ട് വിളിച്ചപ്പോഴേ 48 ആയുള്ളൂ. ഇവിടെ 12 കൊണ്ട് വിളിക്കാം. അങ്ങനെ ക്രോസ് ചെയ്യാൻ വിളിക്കാനും പറയും. അതങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച രീതി ചെയ്തുകൊള്ളുക. അതെനിക്ക് വിഷയമില്ല. 12 4 വിളിച്ചാലാണ് 48. അപ്പോൾ ഇവിടെ 4 വിളിക്കാം 12. അപ്പോൾ കിട്ടും 24/48. ഇതാണ് അയാൾ കൊടുക്കാൻ നോക്കിയത്. അപ്പോൾ എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 24/48. ഇനി ബിയുടെ ന്യൂ റേഷ്യോ നമുക്ക് നോക്കാം. ബിക്കുള്ളത് 1/4 ആയിരുന്നു. ഇപ്പൊ അയാൾ പറയുന്നു 1/16 കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ബാക്കി എത്ര? 1/4 ഉണ്ടായിരുന്നു. 1/16 അയാൾ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ബാക്കി എത്ര? അപ്പൊ നമുക്ക് ഇതിനെ 6 4 24 16 4 നോക്കണം. 64. ഇതിനെ 16 വിളിച്ചപ്പോൾ 67. അപ്പൊ ഇതിനെ 16 വിളിക്കുക. അപ്പൊ നമുക്ക് കിട്ടും 16. ചിഹ്നം മൈനസ്. ഇതിനെ 4 വിളിച്ചപ്പോൾ 67. അപ്പൊ 4 ഉണ്ട്. അപ്പൊ 12/64. ഈ സിയുടെ ന്യൂ റേഷ്യോ തന്നിട്ടില്ല. ഇവിടെ കണ്ടുപിടിക്കണം. സിക്ക് എ കൊടുക്കുന്നത് 3/12 ആണ്. ബി കൊടുക്കുന്നത് 1/16 ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ആ കിട്ടുന്നത്. സി കിട്ടുന്നത്. ഒരാള് 3/12 കൊടുക്കും, ഒരാൾ 1/16 കൊടുക്കും. എങ്കിൽ രണ്ടോട് ചേർത്ത് എത്ര കിട്ടും? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗുണിച്ചെടുക്കാം. 12 16. ഗുണിക്കാനുള്ള പാടുമ്പോഴാണ് നമ്മൾ എൽസിയം കാണുന്നത്. 6 2 8 6 2 12 6 7 192 192. ഇതിനെ 16 വിളിച്ചു എന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ 16 വിളിക്കുക. 16 3 48 പ്ലസ് 16 12 വിളിക്കുക. 12 അപ്പോ 60 92 198. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ടൊന്നും ഒരുപാടില്ല. ഇനി എല്ലാത്തിനെയും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 48, ഇവിടെ 64, ഇവിടെ 192. ഇതിനെ എല്ലാത്തിനെയും നമുക്ക് വലിയ സംഖ്യ 192 ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇതിനെ 4 വിളിച്ചു നോക്കാം. 48നെ 4 വിളിച്ചു നോക്കാം. വീട്ടിൽ തൊഴിലുണ്ടാവും. അപ്പൊ ഇതിനെ 4 വിളിക്കുന്നു. ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈസ് ഈക്വൽ ടു 4 16 4 8 9 192. അപ്പോൾ 96/192. ഈ 65 നമുക്ക് നോക്കാം. 3 വിളിച്ചു നോക്കാം.
4 3 12 3 6 19 3 ഗുണിച്ചാൽ കിട്ടും. അപ്പൊ ഇത് നമ്മൾ 3 ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടും 36 ഡിവൈഡഡ് ബൈ 192. അപ്പൊ ഇപ്പൊ എല്ലാത്തിനും 192 ആയി. അപ്പൊ എല്ലാം 192 ആക്കി എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുക. എങ്ങനെ ചെയ്യുക? നമ്മുടെ ഒരെണ്ണത്തിനകത്ത് 48, അടുത്തത് 64, അടുത്തത് 192. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഇത്തിരി ചെറിയ സംഖ്യ കിട്ടും. അതിനാണ് 2 ഉണ്ടാകുമ്പോൾ 24, 32, 9 2 18 6 96. വീണ്ടും 2 കൊണ്ട് ഇതിൽ മിനിമം 2 സംഖ്യയിൽ അടങ്ങണം. 2 12 16 48. വീണ്ടും 2 6 2 12 8 2 16 24. വീണ്ടും 2 3 4 12. വീണ്ടും 3 ഉണ്ട്. 1 4 ഇല്ലാത്തത് അതുപോലെ 3. ഇത് മൾട്ടിപ്ലൈ ആവും. 4 3 12 12 36 36 72 ഇങ്ങനെ ഗുണിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു സംഖ്യ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എൽ സി കാണുന്നത്. ഓക്കെ, ഇതായിക്കോട്ടെ. ഇനി ന്യൂ റേഷ്യോ ഓഫ് ആരുടെയൊക്കെ? എയുടെയും ബിയുടെയും സിയുടെയും കണ്ടുപിടിക്കുമ്പോൾ 96:36:60. ഇതാണ് പറയുക. ഒരാൾക്ക് 96, അടുത്തയാൾക്ക് 36, അടുത്തയാൾക്ക് 60. ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ചെറുതാണ്. എപ്പോഴും സ്മാളസ്റ്റ് ഫിഗർ പറഞ്ഞാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? 3 കൊണ്ട് ഹരിക്കാം. 96 എടുത്തിട്ട് കാൽക്കുലേറ്ററിൽ ഭാഗം 3 അടിച്ചാണ്. അപ്പൊ നമുക്ക് കിട്ടും 32. ഇവിടെ കിട്ടും 12. ഇവിടെ കിട്ടും 20. വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2 കൊണ്ട് ഹരിക്കാം. 2 16 6 10. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 8 3 5. ഇനി ചെറുതാക്കാൻ പറ്റില്ല. ഇതാണ് എന്താ പറയുന്നത് അവരുടെ ന്യൂ റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് എയുടെ സാക്രിഫൈസ് 3/10. എ എന്ന് പറയുന്നത് 3/10. സാക്രിഫൈസ് റേഷ്യോ ബി എന്ന് പറയുന്നത് 1/60. ഇത് കിട്ടി. 12 16 ആക്കാൻ പറ്റൂല. അപ്പൊ 2 കൂടെ കുടിക്കണം. 16 × 12 എത്ര നോക്കണം? 16 12 6 × 12 2 3 1 6 1. അപ്പോൾ 192 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടി 192. ആവണമെങ്കിൽ എത്ര കുടിക്കണം? 16 കുടിക്കണം. അപ്പൊ ഇവിടെ 16 16 3 എത്ര? 16 3 4 6 3 18 4 48. ഇവിടെ എഴുതി 48. ഇവിടെ 12 കുടിക്കണം. അപ്പൊ 16 12 192 12. അപ്പൊ രണ്ടിന്റെയും ഛേദം 192. അംശം എടുത്ത് എഴുതുമ്പോൾ പറയാം സാക്രിഫൈസ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി. സാക്രിഫൈസ് റേഷ്യോ എ ആൻഡ് ബി എന്ന് പറയുന്നത് സാക്രിഫൈസ് റേഷ്യോ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു എത്ര? 48:10. ഇത് വീണ്ടും ചെറുതാക്കാം. 12 കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചേരാം. ഒരു 12 വന്നാൽ 4 4:1. ഇതാണ്. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു നോക്കാം. എ ബി പാർട്ട്നേഴ്സ് ആണ്. ഇതിന്റെ ആവശ്യം നമുക്കില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എ ആൻഡ് ബി പാർട്ട്നേഴ്സ് റേഷ്യോ 3:1 ആണ്. ദേ അഡ്മിറ്റ് സി. സി അഡ്മിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു എ സറണ്ടർ ചെയ്യുന്നത് 1/3 ഓഫ് ഷെയർ ആണ്. ബി സറണ്ടർ ചെയ്യുന്നത് 1/4 ഓഫ് ഷെയർ ആണെന്ന് പറഞ്ഞു. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എയുടെ സറണ്ടർ എത്ര കണ്ടുപിടിക്കാം? സാക്രിഫൈസ് കണ്ടുപിടിക്കാം. അപ്പൊ എയുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത് അവന്റെ ഷെയറിന്റെ 1/3 ആണ്. അപ്പൊ അവന്റെ ഷെയർ എടുത്ത് 1/3 കണ്ടുപിടിക്കുക. ബിയുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത് അവന്റെ ഷെയറിന്റെ 1/4 ആണ്. അപ്പൊ അവന്റെ ഷെയറിന്റെ 1/4 ഉണ്ടെങ്കിൽ ഇത് കിട്ടും. ഇത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും. അപ്പൊ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ ആയ 3/4 മൈനസ് ഈ കൊടുക്കാന്ന് പറഞ്ഞാൽ കുറയ്ക്കാം. അപ്പൊ ബാക്കി കിട്ടും. കുറയ്ക്കാനും കൂട്ടാനും അറിഞ്ഞിരിക്കണം. ഇതിന്റെ രണ്ടിന്റെ ഗുണിച്ചങ്ങ് എഴുതുക. എന്നിട്ട് ക്ലോസ് ആയിട്ട് ഗുണിച്ചെഴുതിയാലും മതി. അങ്ങനെ പറയുമ്പോൾ ഇത് തന്നെ കിട്ടുന്നത്. അല്ലെങ്കിൽ 4നെ 12 ഗുണിച്ചെഴുതുക. ഇതിനെ 12 ഗുണിക്കുക. ഇതിനെ 4 കൊണ്ട് ഗുണിക്കുക. ഇതിനെ 4 ഗുണിച്ചെഴുതുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഗുണിച്ചങ്ങ് എഴുതുക. ഡിവിഷൻ ആണെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കുക. ലാസ്റ്റ് രണ്ടാമത്തെ സംഖ്യ മതിയ തിരിച്ചിട്ട് അംശം ഛേദമാണ് തിരിച്ചിട്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. 4 കൂടെ ഉള്ളൂ. കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അതുപോലെ ബിയുടെ ന്യൂറേഷൻ ഉപയോഗിക്കുക. ബിക്ക് നേരത്തെ ഉള്ളതിൽ നിന്നും ഈ കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചെടുക്കുക. അത്രയുള്ള അവിടുത്തെ കാര്യം. സിക്ക് എന്ന് പറയുന്നത് ഈ 2 കൂടെയാണ് കൊടുക്കാന്ന് പറയാം. അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞാൽ കൂട്ടിയെടുക്കുമ്പോൾ സിയുടെ ഷെയർ ആയി. എല്ലാത്തിലും നമ്മൾ ഒരേ കണക്ക് ഛേദമാക്കിയെടുത്തു.
എന്നിട്ടാണ് നമ്മളുടെ ന്യൂ റേഷ്യോ എ ബി സി എന്ന് പറയുന്നത് 96 36 60 96 36 60 ആയിട്ട് മാറ്റി. പിന്നെ അതിനെ കഴിയുന്ന എന്ത് ചെയ്യുക, ചെറുതാക്കാൻ നോക്കുക. ഇവിടെ എല്ലാത്തിനും 12 എന്ന് വെച്ചാൽ ഒറ്റയടി കിട്ടും. 12 ആകുമ്പോൾ 12 8 96, 36, 12 60. ഞാൻ ചെറുതാക്കി 11 ഉള്ളൂ. 12 കൊണ്ട് ഒരുമിച്ച് എഴുതിച്ചാൽ നമുക്ക് എല്ലാത്തിനും എന്ത് ചെയ്താൽ കൂടെ 8 3 5 കിട്ടും. ഇതാണ് അതിൻ്റെ ന്യൂ റേഷ്യോ. ഈ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇയാളുടെ സാക്രിഫൈസ് 3/12, ഇയാളുടെ 1/16 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്തൊരു പൊതു ഘടകം കിട്ടും. അത് 192 ആണ് പറയാം. 192 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇതിനെ നമുക്ക് 192 ആക്കണമെങ്കിൽ ഏതിനെ 3/12 എന്ന് പറയുന്നത് 1/16 ഇത് നമ്മൾ ഗുണിച്ചെടുക്കുമ്പോൾ എന്ത് കിട്ടും, 192 ആകണമെങ്കിൽ ഇതിനെ 16 ഗുണിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ 16 ഗുണിക്കുമ്പോൾ 48 കിട്ടും. ഇതിനെ 12 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 192 ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ 12 ഗുണിക്കുക, അപ്പോൾ നമുക്ക് ഇവിടെ 12 കിട്ടും. അപ്പോൾ 48 12 കിട്ടും. ആ 48 12 നമ്മൾ എന്ത് ചെയ്യും, മേടിച്ചതാകും. 12 ഉണ്ടായിരിക്കുമ്പോൾ 1, ഇത് 4, 4:1. ഇതാണ് ഈ കണക്കിൻ്റെ രീതി. അപ്പോൾ 2 മോഡൽ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത കുറച്ച് മോഡലുകൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാറുണ്ട്. ഇതേ പരീക്ഷയ്ക്ക് എപ്പോഴും ചെയ്യാറുണ്ട്, ചെറിയൊരു കണക്കിട്ടിട്ട് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് 6 മാർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണെന്ന് പറയുന്നത് റേഷ്യോ കാൽക്കുലേഷൻ. അതിനകത്ത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക, എന്ത് കണ്ടുപിടിക്കുക, സാക്രിഫൈസ് റേഷ്യോയും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാലൻസ് പഠിക്കാം. താങ്ക് യു.